മരങ്ങൾ തിങ്ങി നിറഞ്ഞ കുന്നുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കുരിശുകൾ തിങ്ങി നിറഞ്ഞ ഒരു കുന്ന് കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു കുന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലുണ്ട്. യൂറോപ്പിലെ ലിത്വാനിയയിലാണ് അതിശയിപ്പിക്കുന്ന കുരിശുകളുടെ കുന്നുള്ളത്. ഹിൽ ഓഫ് ക്രോസ് എന്നറിയപ്പെടുന്ന ഈ കുന്ന് വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇവിടെ സന്ദർശിക്കുന്നവർക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വിധം വ്യാപിച്ചു കിടക്കുകയാണ് ഈ വലിയ കുന്നിലെ വ്യത്യസ്തതയാർന്ന കുരിശുകൾ. കണക്കുകൾ പ്രകാരം ഏകദേശം 2 ലക്ഷം കുരിശുകളാണ് ഈ കുന്നിലുള്ളത്. ലിത്വാനിയൻ ജനങ്ങളുടെ വിശ്വാസം, പാരമ്പര്യം, ഐക്യം എന്നിവയുടെ പരസ്യമായ തെളിവാണ് ഈ കുന്ന്. കുരിശുകളുടെ കുന്നിന്റെ ആരംഭത്തെക്കുറിച്ച് കൃത്യമായി അറിയില്ലെങ്കിലും ചരിത്രരേഖകളും വാമൊഴിയായി കൈമാറി വന്നതുമായ ചരിത്രം ഇങ്ങനെയാണ്. 1795 പോളിഷ് ലിത്വാനിയൻ കോമൺവെൽത്തിന്റെ 3ാം വിഭജനത്തിന് ശേഷം ലിത്വാനിയ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി. 1831 1863 പോളണ്ടുകാരും ലിത്വാനിയൻകാരും റഷ്യൻ അധികാരികൾക്കെതിരെ നടത്തിയ കലാപത്തിൽ പരാജയപ്പെട്ടു. ഈ കലാപമാണ് കുന്നിന്റെ തുടക്കത്തിന് കാരണമായെന്നാണ് പറയപ്പെടുന്നത്. മരിച്ച ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കുടുംബങ്ങൾക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ അവർ ഒരു കുന്നിൽ അവരുടെ മതത്തിന്റെ അടയാളമായും കലാപത്തിന്റെയും ഇരകളെയും ബന്ധുക്കളെയും ബഹുമാനത്തിനായും കുരിശുകൾ സ്ഥാപിച്ചു തുടങ്ങി. 1990കളിലെ സോവിയറ്റ് കാലഘട്ടത്തിൽ ഏകാധിപത്യ ഭരണത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ അടയാളമായി കുരിശുകളുടെ കുന്നിന് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. സോവിയറ്റ് അധികാരികൾ ഈ കുന്ന് പലതവണ പൊളിച്ചുമാറ്റി. പക്ഷേ ആളുകൾ ജീവൻ പണയപ്പെടുത്തി സമാധാനപരമായി പ്രതിഷേധത്തിന്റെ ഭാഗമായും ഒറ്റ രാത്രി കൊണ്ട് ജനങ്ങൾ കുരിശുകൾ സ്ഥാപിച്ചു. കുരിശുകൾ നിറഞ്ഞ ഈ കുന്ന് ലിത്വാനിയൻ ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമായും ഒരു പ്രധാന മതകേന്ദ്രമായും മാറി. 1993 സെപ്റ്റംബർ 7 ജോൺ പോൾ II മാർപ്പാപ്പ ഈ കുന്നിൽ 1 ലക്ഷം പേരുടെ സാന്നിധ്യത്തിൽ ദിവ്യബലി അർപ്പിച്ചു. മാർപ്പാപ്പ ഈ കുന്നിനെ പ്രത്യാശ, സമാധാനം, സ്നേഹം, ത്യാഗം എന്നിവയുടെ സ്ഥലമായി പ്രഖ്യാപിച്ചു. പാപ്പ ദിവ്യബലി അർപ്പിച്ച സ്ഥലത്തിന്റെ ഓർമ്മയ്ക്കായി ഒരു ചെറിയ ചാപ്പൽ അവിടെ പണികഴിപ്പിച്ചിട്ടുണ്ട്. ഇന്നും അനേകം തീർത്ഥാടകർ വരുന്ന കുന്നിൽ അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി കുരിശുകൾ സ്ഥാപിക്കുന്നുണ്ട്. വലുതും ചെറുതുമായി നിരവധി കുരിശുകൾ ഇവിടെ കാണാം. ഇവിടെയുള്ള കൂടുതൽ കുരിശുകളും ലോഹം കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ കുന്നിലെ കുരിശുകളെല്ലാം നടന്നു കണ്ടു തീർക്കാൻ ഏകദേശം 1 മണിക്കൂർ സമയമെടുക്കും. ഇവിടെ സന്ദർശനത്തിന് വരുന്നവർ ഈ കുരിശുകളിൽ കൊന്തകൾ തൂക്കിയിടുന്നതും കാണാം. ആയിരക്കണക്കിന് കുരിശുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ കുന്ന് ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ്.